എന്തൊരു എനിക്ക് വയ്യ മിനി. എനിക്ക് അറിഞ്ഞൂടാ, എനിക്ക് അറിഞ്ഞൂടാ പൊന്നെ. എനിക്ക് എന്തൊരു പറ്റിയെന്ന് അറിഞ്ഞൂടാ മോനൂട്ടാ. അയ്യോ വന്ന് കിടന്ന് കരയട്ടെ അപ്പൂസേ. കയറി വന്ന ഈ ട്രെയിൻ വിട്ട് കഴിഞ്ഞാൽ അവിടെയൊക്കെ അന്വേഷണത്തിന് ഏത് ഉദ്യോഗസ്ഥന്മാര് ശമ്പളം, സർക്കാരിന്റെ ശമ്പളവും പറ്റി രണ്ട് പെണ്ണുങ്ങൾ ഇരിക്കുന്നിടത്ത് അവന്മാര് വായി നോക്കി ഇരിക്കുന്ന ഇവനെയൊക്കെ ആർക്കണം ഉദ്യോഗസ്ഥന്മാരെന്നും പറഞ്ഞ്. അവന്മാര് കൃത്യനിഷ്ഠയോടെ അവന്മാരെ ജോലി ചെയ്യുന്നുണ്ടാ? അനുഭവിക്കുന്നതും കഷ്ടപ്പെടുന്നതും നഷ്ടപ്പെടുന്നതും പാവപ്പെട്ട എന്നെ പോലെയുള്ള അമ്മാമ്മമാർക്ക് കൊച്ചുമക്കള്. ചാനലുകാർക്കുണ്ടോ ദുഃഖം? ഇല്ല. ഇങ്ങനെ കൊണ്ടുപോയി ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് 10 ലൈക്ക് കിട്ടുമല്ലോ. പക്ഷെ ഇതുവരെ ബ്ലീഡിങ്, ഇന്റേണൽ ബ്ലീഡിങ് ആണെന്ന് പറയുന്നു. ഒന്നും എന്തൊരു ട്രെയിനും, എന്തൊരു റെയിൽവേ സ്റ്റേഷനും, എന്തൊരു റെയിൽവേ ഉദ്യോഗസ്ഥന്മാരും, എന്തൊരു മന്ത്രിമാരും, മനുഷ്യനെ അരികൊലയ്ക്ക് കൊടുക്കുന്ന ആളുകള്. ഞങ്ങൾ ഇങ്ങനെ പറയണത് കേൾക്കാനല്ല, നമുക്ക് ഒന്നും അറിഞ്ഞൂടാ മോളെ. നമസ്കാരം, മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം ഏറെ ഞെട്ടലുളവാക്കുന്ന ഒരു വാർത്ത പുറത്തു വന്നിരുന്നു. അതായത് ഒരു ട്രെയിനിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കെ യുവതിയെ ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് മറ്റൊരു യാത്രക്കാരൻ പ്രകോപിതനായി, അതായത് സീറ്റ് കൊടുക്കാത്തതിന്റെ ദേഷ്യം തീർത്തതാണ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ സിഗരറ്റ് വലിച്ചപ്പോൾ അത് ചോദ്യം ചെയ്തതിലുണ്ടായ ദേഷ്യമാണ് എന്ന് പറയുന്നുണ്ട്. എന്തായാലും വ്യത്യസ്ത തരത്തിലുള്ള അഭിപ്രായങ്ങൾ ഉയർന്നു കേൾക്കുന്ന ഒരു വിഷയമാണ്. എന്തായാലും പ്രകോപനം ഉണ്ടാകുകയും അതിന്റെ ഭാഗമായിട്ട് ഒരു യുവതിയെ 19 വയസ്സുള്ള കുട്ടിയെ ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് വലിച്ചിടുകയും അതിന്റെ പേരിൽ ഇപ്പോൾ അതീവ ഗുരുതരാവസ്ഥയിൽ സോന എന്ന് പറയുന്ന യുവതി ഇപ്പോൾ മെഡിക്കൽ കോളേജ് ഇവിടെ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിൽ ചികിത്സയിൽ തുടരുകയാണ്. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട ഏറെ വികാരഭരിതമായിട്ടുള്ള പ്രതികരണമാണ് അവരുടെ ബന്ധുക്കൾ നമ്മളോട് നടത്തിയത്. സോനയുടെ അമ്മൂമ്മയടക്കം മലയാളി വാർത്തയ്ക്കൊപ്പം ചേരുന്നുണ്ട്. എന്തായാലും ഇത് വലിയൊരു സുരക്ഷാ വീഴ്ചയാണ് എന്ന് തന്നെയാണ് ഈ അമ്മയടക്കം ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും തന്റെ മകളുടെ ജീവൻ അത് തിരികെ വേണമെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കരയുന്ന ആ അമ്മയുടെ വാക്കുകളാണ് ആ അമ്മ പറയുന്നതും അതോടൊപ്പം തന്നെ ബന്ധുക്കൾ പറയുന്നതും ഒക്കെ പരിഗണിച്ചുകൊണ്ട് നമ്മൾ ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യം എന്താണ് റെയിൽവേയിൽ ഇത്തരത്തിലുള്ള ഒരു വീഴ്ച സംഭവിക്കുന്നത് എന്നുള്ളതാണ്. ഏത് വിധേനയും ഓരോ യാത്രക്കാരനും സുരക്ഷിതത്വം ഉണ്ടാകേണ്ടുന്ന ഒരു സംവിധാനം തന്നെയാണ് ട്രെയിൻ. നമുക്കറിയാം, 1, 2, 3 ആളുകളല്ല, മറിച്ച് 1000-ലധികം ആളുകൾ ഒരേ സമയത്ത് യാത്ര ചെയ്യുന്ന ട്രെയിനിൽ ഇത്തരത്തിൽ സുരക്ഷിതത്വം ഇല്ല എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ഇവിടുത്തെ സിസ്റ്റത്തിന്റെ വലിയൊരു വീഴ്ച തന്നെയാണ്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ സോനയുടെ ബന്ധുക്കൾ നമ്മളോട് പ്രതികരിക്കുന്നത് കൂടെ കാണാം. സോനയുടെ കണ്ടീഷൻ വെന്റിലേറ്ററിലാണ് ഇപ്പോഴും കിടക്കുന്ന. വെന്റിലേറ്റർ മുഖാന്തരം ശ്വസിക്കുന്നുണ്ട്. അവളെ അമ്മയെ കയറ്റിവിട്ട് അവളമ്മ ബോഡി തട്ട് നോക്കുമ്പം ഐസ് കട്ട പോലെ യാതൊരു അനക്കവും ഇല്ല, ഒരു ചലനവും ഇല്ല. വാ തുറന്നിരിക്കുന്ന, അരക്കണ്ണിലിരുന്ന് ഇരിക്കുന്ന, ശ്വാസം എടുക്കുന്നത് വെന്റിലേറ്റർ മുഖാന്തരമുള്ള ഒരു ശ്വാസം. അത്രേ ഉള്ളൂ. ഇപ്പം നമുക്ക് ബ്ലോക്കിൽ നിന്നൊക്കെ വിളിച്ച് പിന്നെ ബ്ലോക്ക് മെമ്പർ ഒക്കെ പ്രസിഡന്റ് ഒക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇവിടുന്ന് വേണ്ട ട്രീറ്റ്മെന്റ് ഉച്ചയ്ക്ക് ശേഷം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ചെയ്യുമെന്നും പറഞ്ഞു. പക്ഷെ അവര് എന്തോന്ന് ഡോക്ടർമാരെല്ലാരും കൂടി ഒരു തീരുമാനം എടുത്തിട്ട് പറയാന്ന് പറഞ്ഞ് ട്രീറ്റ്മെന്റ് കൊടുത്തോണ്ടിരിക്കുന്നെന്നാണ് പറഞ്ഞ്. നമുക്കൊന്നും അറിയത്തില്ല. ഇപ്പോഴും കണ്ടീഷൻ അത് തന്നെയാണ്. അവൾക്ക് യാതൊരു ചലനവും ഇല്ല, യാതൊരു ചലനം. അത് വന്നിട്ട് ഇത് സഡേഷൻ കൊടുത്തവര് ഇവിടുന്ന് കണ്ട സഡേഷൻ, അതായത് ബ്രെയിൻ അനങ്ങും തോറും ബ്ലീഡിങ് ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പൊ അത് അനങ്ങാതിരിക്കാനുള്ള സഡേഷൻ എന്താ നമുക്ക് ഇതിനെ കുറിച്ച് അറിയത്തില്ല. കൊടുത്താണ് ഇവിടെ കൊണ്ടുവന്നതും ആ കൊണ്ടുവന്ന സിറ്റുവേഷൻ അതേപോലെ തന്നെ ഇവര് നോക്കുന്നുണ്ടെന്ന് ഇവര് പറയുന്നു. പക്ഷെ ഇതുവരെ ബ്ലീഡിങ്, ഇന്റേണൽ ബ്ലീഡിങ് ആണെന്ന് പറയുന്നു. ഒന്നും അമ്മക്ക് ഉച്ചയ്ക്ക് ശേഷം നമുക്ക് ബ്ലോക്കിൽ നിന്നൊക്കെ വിളിച്ചിട്ട് പറഞ്ഞ് ഞങ്ങൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഇത് ട്രീറ്റ്മെന്റ് കൊടുക്കും. അതുവരെ ഞങ്ങൾ തൃപ്തികരമല്ലായിരുന്നു. ഞങ്ങൾക്ക് നമ്മളെ മക്കൾക്ക് ഒരു ട്രീറ്റ്മെന്റും കിട്ടിയിട്ടില്ല. അവര് ആ സഡേഷൻ മാറാതെ അവള് ഒരു MRI എടുക്കണമെങ്കിൽ പോലും ഈ ഓക്സിജന്റെ ഇതില്ലാതെ കൊണ്ടുപോകാൻ പറ്റൂല. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. എന്തൊരു ചെയ്യണം നമുക്ക് അറിഞ്ഞൂടാ. ഇത് കിട്ടുമോ ഇല്ലയോ ഒന്നും അറിഞ്ഞൂടാ. നമുക്ക് ഇതിനെ കുറിച്ച് ഈ മെഡിക്കൽ ഫീൽഡ് അതൊന്നും ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. ഞങ്ങൾ ഇങ്ങനെ പറയണത് കേൾക്കാനല്ല, നമുക്ക് ഒന്നും അറിഞ്ഞൂടാ മോളെ. ഞങ്ങൾക്ക് സോനയുടെ കുഞ്ഞമ്മേരെ വീട്ടിൽ പോയിട്ട് അമ്മാമ്മേരെ വീട്ടിലോട്ട് വന്ന വഴിക്കാണ് ഈ സംഭവം ഉണ്ടായത്. അപ്പൊ അതിന്റെ 4 ദിവസത്തിന് മുമ്പ് അവളുടെ അമ്മാവിയമ്മ എന്ന് പറയാം, അമ്മാവിയമ്മയുടെ അടുത്ത് പോയി നിന്നിട്ട് തിരിച്ചു വരണ വഴിക്കാണ് ഈ സംഭവം ഉണ്ടായത്. ഇന്നലെ പിന്നെ രാത്രി ആണ് നമ്മൾ ന്യൂസിൽ കണ്ടപ്പോഴാണ് ഞങ്ങൾ. കാരണം ഞങ്ങൾക്ക് ഇവിടെ അമ്മാമ്മേരെ ഫോണിൽ വിളിച്ച്, അമ്മാമ്മേരെ ഫോൺ കുറച്ച് കുഴപ്പമുള്ള ഫോണാണ്. അവർ പടക്കപ്പെരയിലായിരുന്നു. ഇവര് ഡിസ്പ്ലേ ഒന്നും ഇല്ലാത്ത ഫോണാണ്. അത് പെട്ടെന്ന് കാണാനും കണ്ടുപിടിക്കാനും പറ്റൂല.
വിളിച്ചു പറഞ്ഞു വന്നോണ്ടിരിക്കണം എന്ന് പറഞ്ഞു. പിന്നെ ഒരു അനക്കവും ഇല്ല. അപ്പൊ വിചാരിച്ചു വരുവായിരിക്കുമെന്ന് ഇവര് വിചാരിച്ച്. അപ്പൊ നമ്മളും അങ്ങനെ ഞങ്ങൾ പ്രത്യേകമാണ് താമസിക്കണം. എന്റെ അമ്മയും ഈ സോനയും ഈ പറയുന്ന ഈ കിടക്കുന്ന കുട്ടിയും അവളെ അമ്മയൊക്കെ വേറെ വീട്ടിലാണ്. ഇയാളെ അറിയാമോ? ഇയാൾക്ക് ഈ പനച്ചിമൂട് സ്വദേശി എന്ന് പറയുന്ന ഈ ഒരു വ്യക്തിയെ ഞങ്ങൾക്ക് ആർക്കും അറിയില്ല, ഞങ്ങൾ ആരും കണ്ടിട്ടും ഇല്ല, ഇവർക്കും അറിയില്ല. അമ്മ എന്റെ മോളെ എനിക്ക് എനിക്കറിയാൻ പാടില്ലേ. എന്തൊരു ട്രെയിനും എന്തൊരു റെയിൽവേ സ്റ്റേഷനും എന്തൊരു റെയിൽവേ ഉദ്യോഗസ്ഥന്മാരും എന്തൊരു മന്ത്രിമാരും മനുഷ്യനെ ആരുകൊലയ്ക്ക് കൊടുക്കുന്ന ആളുകള് കുടിയന്മാർക്ക് കൊല്ലാനാ ട്രെയിൻ ഉണ്ടാക്കിയിട്ടേക്കുന്നത്. നമ്മുടെ സോനയുടെ അമ്മൂമ്മയാണ് നമ്മളോടൊപ്പം നിൽക്കുന്നത്. ഈ തുടക്കം മുതൽ തന്നെ പറഞ്ഞു കേട്ടത് അമ്മൂമ്മയെ കാണാൻ വേണ്ടിയുള്ള യാത്രയിലാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നതെന്നാണ്. അമ്മ കുഞ്ഞിനെ കണ്ടിരുന്നോ? മോളെ ഞാൻ കണ്ടില്ല, കയറ്റിയില്ല. ആകെ ഒരാളെയൊക്കെ അവർ കയറ്റിയുള്ള ആരെയും കയറ്റിയില്ല. ഞാൻ വെളിയിൽ നിന്ന് മക്കളെ കയറ്റി. അയ്യോ 18 കഴിഞ്ഞ് 19 വയസ്സ്. അമ്മേനെ കാണാൻ വരുന്നതിന്റെ ഇടയിലാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. എന്റെ അടുത്തോട്ട് വന്നതാണ് അവർ രണ്ടുപേര്. വന്ന സമയത്ത് മൂത്രം ഒഴിക്കാൻ ബാത്റൂമിൽ കയറി വഴിയിൽ കയറി. എന്തൊരു ചെയ്തു മക്കളെ, എന്തൊരു എനിക്ക് വയ്യ മിനി. എനിക്ക് അറിഞ്ഞൂടാ പൊന്നെ. എനിക്ക് എന്തൊരു പറ്റിയെന്ന് അറിഞ്ഞൂടാ മോനൂട്ടാന്ന്. അയ്യോ വന്ന് കിടന്ന് കരയണ്ടേ അപ്പൂസേ. എന്റെ പൊന്നോക്കളെ വെക്കാതെ വളർത്തിയതാണ് ഈ കൊച്ചിന്റെ സഹോദരൻ. അവൻ വരണേ ഉള്ളേ ജോലി സ്ഥലത്ത്. അവൻ വിളിച്ചു ഈ കൊച്ചിന്റെ വീട്ടിൽ സോനാമ്പാണ് വിളിക്കണേ. അവന്റെ സഹോദരിക്ക് എന്ത് പറ്റിയെന്ന് അവൻ വിളിച്ചാണ്ടിരിക്കണേ. എന്റെ പൊന്നു മക്കളെ, ഈ ചാനലിൽ ഒന്നും കിടന്ന് അലയ്ക്കാനും പറയാനും വയ്യ. അങ്ങനത്തെ മാനസികാവസ്ഥയിലല്ല. സത്യം പറയണമെങ്കിൽ ഈ ചാനലുകളിലൊക്കെ പറഞ്ഞ ഒരു ഉപയോഗം ഇങ്ങനെ ന്യൂസ് കൊടുക്കാനോ അതല്ലേ ഉള്ളൂ. എന്റെ കുട്ടി ഞങ്ങളുടെ പാവങ്ങളാണ്. ആ കൂലിപ്പണി ഇന്നും കൂലിപ്പണിക്ക് പോയ സ്ഥലത്ത് നിന്ന് വന്നതാണ്. വീട്ടിൽ വന്നൊരു ഇട്ട് കൊണ്ടുപോയി വന്ന വരവാണ്. ഞാൻ കൂലിപ്പണിക്കാരിയാണ്. ഞാൻ കൂലിപ്പണി, പടകിന്റെ പണി, കരിമരുന്നിന്റെ പണി, സത്യത്തിന്റെ പണി. ഞാൻ അധർമ്മം ചെയ്യൂല. എന്റെ ഭഗവാൻ നിലനിർത്തി ഞാൻ അധർമ്മം ചെയ്യൂല. എന്റെ കുട്ടിയെ ഈ മഹാപാപം ചെയ്തവന്റെ മാംസം നശിച്ചു പോകും മക്കളെ. അത് സത്യമാണ്. എന്റെ ജീവൻ കൊടുക്കും ഞാൻ. എന്റെ ഭഗവാൻ എന്റെ ജീവൻ കൊടുക്കും ഞാൻ. എന്റെ മോളെ എന്റെ മോക്ക് തിരിച്ചു കൊടുക്കട്ടെ. 68 വയസ്സായി എന്റെ ജീവൻ ഞാൻ ഭഗവാന് ഞാനും കൊടുക്കാം. എനിക്കത് പറയാനേ ഉള്ളൂ. ഇതിനു മുമ്പ് കണ്ടുപോലും പരിചയമില്ലാത്ത ആളാണ്. ഒരു കണ്ടും പരിചയമില്ല. അവന് ഈ ട്രെയിനിൽ കയറുന്ന യാവനെ പരിചയമുണ്ട്. ഇവനൊക്കെ കഞ്ചാവും വലിച്ച് കുപ്പി അടിച്ച് പെണ്ണുങ്ങൾ കയറിനടുത്ത് ലേഡീസിൽ കയറി വരും. കയറി വന്ന ഈ ട്രെയിൻ വിട്ട് കഴിഞ്ഞാൽ അവിടെയൊക്കെ അന്വേഷണത്തിന്റെ ഏത് ഉദ്യോഗസ്ഥന്മാര് സർക്കാരിന്റെ ശമ്പളവും പറ്റി 2 പെണ്ണുങ്ങൾ ഇരിക്കുന്നിടത്ത് അവന്മാര് വായി നോക്കി ഇരിക്കുന്ന ഇവനെയൊക്കെ ആർക്കണം ഉദ്യോഗസ്ഥന്മാരെന്നും പറഞ്ഞ്. അവന്മാര് കൃത്യനിഷ്ഠയോടെ അവന്മാരെ ജോലി ചെയ്യുന്നുണ്ടാ? ഉണ്ടെങ്കിൽ ഇതിങ്ങനെ വരുമോ? ഒരു ലേഡീസിലും വേണ്ടേ ഒരു ചെക്കിങ്? ഇടയ്ക്കെങ്കിലും ചെല്ലുണ്ടേ അവിടെ ഇരിക്കുന്ന എന്ത് സുരക്ഷിത വേണ്ടേ? മന്ത്രിമാർക്ക് പോവാൻ വേണ്ടി മാത്രം ഉണ്ട് നല്ല അടച്ചുറപ്പുള്ള നല്ല സെക്യൂരിറ്റി. അവർക്ക് മാത്രമേ ജീവനിൽ പേടിയുള്ളൂ. മറ്റൊരെല്ലാം പട്ടികളെ 5 മാസത്തിലെ പട്ടി ജനിക്കും പോലെ മക്കളെ ജന്മം കൊടുത്തിട്ടേക്കണത് തന്നെ. എനിക്കറിയാൻ പയ്യ, ഞാൻ ഒരു പോലീസിനെ കണ്ടില്ല. ഏതൊക്കെ പോലീസ് വന്ന് എന്റെ അടുത്ത് എനിക്ക് ആരോടെ ഒന്നും പറയാനില്ല. അനുഭവിക്കുന്നതും കഷ്ടപ്പെടുന്നതും നഷ്ടപ്പെടുന്നതും പാവപ്പെട്ട എന്നെ പോലെയുള്ള അമ്മാമ്മമാർക്ക് കൊച്ചുമക്കള്. ചാനലുകാർക്കുണ്ടോ ദുഃഖം? ഇല്ല. ഇങ്ങനെ കൊണ്ടുപോയി ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് 10 ലൈക്ക് കിട്ടുമല്ലോ.
ഞാനിവിടെ തന്നെ, ഞാനും എന്റെ ഫോൺ വഴി ഇഷ്ടം പോലെ ഞാൻ ജോലി വൈകിട്ട് വന്ന് കിടക്കണം. ഇതാണല്ലോ നമുക്ക് ആവശ്യം. അല്ലാതെ നാട്ടിൽ കിടക്കുന്ന കഷ്ടപ്പെടുന്ന മനുഷ്യന്മാരെ, ഈ മഹാരോഗികളെ ഇങ്ങനെ കയറ്റി കഴിഞ്ഞാൽ ഏവനെങ്കിലും പിന്നെ ഇത് ചെയ്യുവോ? ടീച്ചറുള്ള ആണെന്ന് പറഞ്ഞ് ജനിക്കുന്ന ഒരുത്തനും അത് ചെയ്യൂല. ഒരു പെണ്ണിന്റെ അടുത്ത് പീഡിപ്പിക്കൂല, ഇമാതിരിയുള്ള ദുഷ്ടതരം ചെയ്യൂല, വീടുകാരി ഒന്നിനെ കൊല്ലൂല. എന്തുകൊണ്ട് അത് ചെയ്യുന്നില്ല? നിയമം മാറി വരണം, നിയമം മാറി വരണം. ഇവനെയൊക്കെ തൂക്കിലേറ്റണം, പരസ്യമായിട്ട് തൂക്കണം. അവന് ആണുങ്ങൾ പോലെ. എന്നാലേ എല്ലാവരും മുട്ടടിച്ച് മര്യാദയ്ക്ക് നിൽക്കും. ഇല്ലെങ്കിൽ ഓരോ പെണ്ണിനെയും ഓരോ അവസ്ഥയിലും ഓരോ തലത്തിലും ഇവനൊക്കെ കൊല ചെയ്ത് എന്നെ പോലെയുള്ള പാവപ്പെട്ട കുടുംബത്തിലെ മക്കളെ മുമ്പത്തെ എന്തായാലും സൻഷയുടെ അമ്മൂമ്മ വളരെ വികാരഭരിതമായിട്ടാണ് മീഡിയയെയും പോലീസിനെയും ഒക്കെ കുറ്റം പറയുന്നത്, അല്ലെങ്കിൽ ശാപവാക്ക് പോലെ സംസാരിക്കുന്നത്. നമുക്കതിലൊന്നും കുറ്റം പറയാൻ പറ്റില്ല. കാരണം കാണുന്ന കാഴ്ചകളും ഓരോ തവണ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും ഒക്കെ അത്തരത്തിലുള്ളതാണ്. എന്നാലും ഇതുപോലുള്ള ഒരു അപകടം ഇനിയും വരാതിരിക്കട്ടെ. ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ ഇവിടെ ഏറ്റവും വലിയ രീതിയിൽ തന്നെ ചൂണ്ടിക്കാണിക്കുന്ന വിഷയവും യാത്ര ചെയ്യുമ്പോഴുണ്ടാകുന്ന യാത്രക്കാർക്കുള്ള സുരക്ഷിതത്വം തന്നെയാണ്. നമുക്കറിയാം, ഒന്ന് വിരൽത്തുമ്പിൽ നമ്പർ ഡയൽ ചെയ്താൽ പോലീസ് സംവിധാനങ്ങളും സിസ്റ്റവും ഒക്കെ അടുത്ത സ്റ്റോപ്പിൽ നിന്ന് ട്രെയിനിൽ കയറി നിങ്ങളെ സുരക്ഷിതമാക്കിക്കൊള്ളാം എന്നുള്ള തരത്തിലുള്ള പല നിയമങ്ങളും ഈ പറയുന്ന റെയിൽവേ സംവിധാനവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. പക്ഷെ പലപ്പോഴും ഇത്തരത്തിലുള്ള സെക്യൂരിറ്റി നമ്പറുകളിലേക്ക് വിളിച്ചാൽ ഫോൺ എടുക്കാൻ പോലും തയ്യാറാകാത്ത രീതിയിലാണ് സംവിധാനങ്ങൾ പോകുന്നത് എന്ന് പല രീതിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള അവസരം ഇനി ഉണ്ടാകാതിരിക്കട്ടെ എന്ന് തന്നെയാണ് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളത്. എന്തായാലും ഈ ഒരു അപകടവുമായി ബന്ധപ്പെട്ട് സോനയുടെ ആരോഗ്യനിലയിൽ ഗുരുതരമായിട്ടുള്ള പോക്കാണ് ഇപ്പോഴുള്ളത് എന്നാണ് സൂചന. എന്തായാലും ഈ ഒരു വിഷയത്തിൽ സോനയുടെ ബന്ധുക്കൾ ഒന്നടങ്കം അസ്വസ്ഥരാണ്. അതേപോലെ തന്നെ മലയാളികൾ ഓരോരുത്തരും അസ്വസ്ഥരാണ്.